അതിനു വേണ്ടിയുള്ള അപേക്ഷകൾ രേഖകൾ സഹിതം BLOമാർക്ക് സമർപ്പിച്ചാൽ നിങ്ങളത് സ്വീകരിക്കണം. എന്നിട്ട് ഓൺലൈനായി അപേക്ഷിക്കണം. ഓൺലൈനായി ഓരോ വ്യക്തിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ ശേഖരിച്ച് അയക്കുമ്പോൾ കാലതാമസം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് ഇങ്ങനെയൊരു പരാതി നൽകിയത്. അത് പ്രകാരമാണ് നിർദ്ദേശം കൊടുത്തത്. പക്ഷെ ആ നിർദ്ദേശമനുസരിച്ച് BLOമാർ പലയിടങ്ങളിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയുള്ള ഫോറങ്ങൾ വാങ്ങുകയോ ഇലക്ഷൻ കമ്മീഷന്റെ ആപ്പ് വഴി അയക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതിരുന്നാൽ 30-നകം പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തേണ്ടവർക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ നിയമപരമായി വോട്ടവകാശത്തിന് അർഹതയില്ലാത്തവരുടെ വോട്ടുകൾ പട്ടികയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുകയും ചെയ്യുന്നു. കണ്ണൂർ ജില്ലയിൽ ചില അസംബ്ലി മണ്ഡലങ്ങളിൽ തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂര് തുടങ്ങിയ അസംബ്ലി മണ്ഡലങ്ങളിൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്നും 8-ാം നമ്പർ ഫോറത്തിൽ വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ അസാധാരണമാം വിധം വർദ്ധിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വോട്ടുകളാണ് അത്തരത്തിൽ വന്നത്. അത് BLOമാർ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് വെരിഫിക്കേഷന് മുമ്പ് കൊടുക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം അർഹതപ്പെട്ട വോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്തിയാൽ അത് വ്യാജ വോട്ടർമാർ ചില മണ്ഡലങ്ങളിൽ തിരികെ കയറ്റുന്നതൊക്കെ കാര്യങ്ങളെത്തും. മാത്രമല്ല, പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, തളിപ്പറമ്പ് മണ്ഡലത്തിലെ 204, 207 പോളിംഗ് സ്റ്റേഷനിൽ അവിടെ താമസമില്ലാത്ത ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. കല്യാശ്ശേരി മണ്ഡലത്തിലെ 74-ാം പോളിംഗ് സ്റ്റേഷനിൽ 740 പേരുകൾ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനു വേണ്ടി കൊടുത്തു എന്നാണ് സിസ്റ്റത്തിൽ എണ്ണം കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പോളിംഗ് സ്റ്റേഷനിൽ തന്നെ പുതുതായി 740 ആളുകളെ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ അത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ല എന്ന് വ്യക്തമാവുന്നതാണ്. ഞങ്ങൾ അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ പറയുന്നത്, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും പകർപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാക്കുകയും വേണം. നിലവിൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി കാണിക്കുന്ന 26 ലക്ഷം പേരുടെ പട്ടിക അടിയന്തരമായും പ്രസിദ്ധീകരിക്കണം. അതിന്മേൽ പരാതികൾ കൊടുക്കണമെങ്കിൽ അനർഹരായ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കൽ മാത്രമേ വഴിയുള്ളൂ. അത് കൊടുക്കാൻ കഴിയണമെങ്കിൽ ആ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകണം. 26 ലക്ഷം എന്തായാലും വരില്ല. കാരണം 2 വർഷമായി വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ സാധാരണഗതിയിൽ 18 വയസ്സോ അതിലധികമോ പൂർത്തീകരിച്ചവരുണ്ടാവുക 3 ലക്ഷത്തോളമാണ്. 2006-ലാണെങ്കിൽ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്ന് ജനിച്ചവരുടെ, അന്ന് വോട്ടവകാശം 18 വയസ്സ് പൂർത്തിയാകുന്നവരുടെ പേര് അതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നേ പറയാൻ പറ്റുള്ളൂ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകൾ BLOമാരുടെ വെരിഫിക്കേഷൻ നടത്താതെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ആ വെരിഫിക്കേഷൻ നടത്തുന്നതിന് മുമ്പ്
അവർ അർഹരായ വോട്ടർമാരാണോ എന്ന് പരിശോധിക്കണം. അതിന് കഴിയണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ ലിസ്റ്റ് ലഭ്യമാക്കണം. വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് BLOമാർക്ക് കൃത്യമായ അറിയിപ്പ് നൽകണം.